സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാം ആസാദ്യ വൈകാരിയോ ഭൂയ തൈജസ താമസാ വിധി ഭവാൻ ആദ്യേന സർവാത്മനാ ദേവാൻ ഇന്ദ്രിയമാനിനോ കൃത ദിശവാദാർക്കപാശ്വശ്വിനോ വന്യീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രചാരീരകാൻ. സൃഷ്ടിയുടെ ക്രമം തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഏതുവരെ എത്തി നമ്മൾ? മഹാൻ അല്ലെ? പ്രകൃതിയിൽ നിന്ന് ആദ്യം മഹത്തുണ്ടായി, മഹത്തിൽ നിന്ന് വെറും അഹങ്കാരമല്ല, നിർവികൽപ്പമായിരിക്കുന്ന അഹങ്കാരം ഉണ്ടായി, സവികൽപ്പമായിരിക്കുന്ന അഹങ്കാരം ഉണ്ടായി. ഇനി അവിടുന്ന് അങ്ങനെ ഉണ്ടായി ആ അഹങ്കാരത്തിനെ പറ്റി ഒന്നുകൂടി വിവരിക്കുകയാണ്. സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ. അഹങ്കാരം മൂന്നായി തീർന്നു എന്നാ പറയുന്നത്. 3 അഹങ്കാരം: സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം. അതിൽ സാത്വിക അഹങ്കാരം എന്താണ്? വൈകാരികം എന്ന് പറയും. വൈകാരികമായിട്ടുള്ള അഹങ്കാരം സാത്വികാഹങ്കാരം, തൈജസമായിരിക്കുന്ന അഹങ്കാരം രാജസാഹങ്കാരം, താമസികമായിരിക്കുന്ന അഹങ്കാരം താമസാഹങ്കാരം. അപ്പോൾ 3 പേര് പറഞ്ഞതിന്. അഹങ്കാരത്തിന് 3 പേര്. സത്വം, രജസം, തമസം എന്ന് പറഞ്ഞതിന് പകരം എന്ത് പറഞ്ഞു? വൈകാരികം, തൈജസം, താമസം. അത് ത്രിഗുണക്രമാൽ 3 ഗുണങ്ങളുടെ ക്രമത്തിലാണ് പറയുന്നത്. സത്വം, രജസ്, തമസ്, ഇതാണുള്ള 3 ഗുണങ്ങൾ. ആ ക്രമത്തിൽ ത്രിവിധതാമാസാദ്യ 3 തരത്തിലായിട്ട് 3 പ്രാപിച്ച് വൈകാരിയോ ഭൂയ തേജസ താമസാവിധി. ആദ്യം വൈകാരികം, ഭൂയ വീണ്ടും തൈജസം, താമസവും പിന്നെ ഭൂയ താമസം. വൈകാരികം, തൈജസം, താമസം. ആരുണ്ടാക്കിയത് ഇതെല്ലാം? ഭവൻ, അല്ലയോ ഭഗവാനെ. ആദ്യേന സത്വാത്മന. ഇതിലാദ്യത്തേതാണ്? സത്വപ്രധാനമാണ് അഹങ്കാരം. അതിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായി? ദേവാൻ ഇന്ദ്രിയമാനിനോ കൃത ദിശവാദാർക്കപാശ്വശ്വിനോ വന്യീന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രചാരീരകാൻ. വായുവൊന്നുമല്ല, ആദ്യം ഉണ്ടാക്കി ദേവതകളെ സൃഷ്ടിച്ചു എന്നാണ്. വായുവൊക്കെ പിന്നെ സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് എന്തുണ്ടായി? സോഹം ച ത്രിഗുണക്രമാൽ ത്രിവിധതാമാസാദ്യ. ഈ അഹങ്കാരം ത്രിഗുണക്രമത്തിൽ 3 വിഭാഗം ചെയ്യുന്നു. വൈകാരികം, തേജസം, താമസം. അതായത് സാത്വികം, രാജസം, താമസം. ഇതിൽ ആദ്യത്തേത് ഏതാണ്? സാത്വികമായിരിക്കുന്ന അഹങ്കാരം അഥവാ വൈകാരികമായിരിക്കുന്ന അഹങ്കാരം. അതിൽ നിന്ന് ദേവാൻ ഇന്ദ്രിയമാനിനോ കൃത. ദേവന്മാരെ സൃഷ്ടിച്ചു. ഇന്ദ്രിയങ്ങൾ എത്ര ഉണ്ട്? എണ്ണി നോക്കണം അല്ലേ? പഞ്ചേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ പഞ്ചേന്ദ്രിയങ്ങൾ, കർമ്മേന്ദ്രിയങ്ങൾ. അങ്ങനെയാണ് 10 ഇന്ദ്രിയങ്ങളുണ്ട്. പിന്നെ മനസ്സും കൂടുമ്പോൾ 11 ഇന്ദ്രിയായി. അപ്പൊ ഏകാദശേന്ദ്രിയം എന്ന് പറയും. ഏകാദശത്തെ എത്ര? 11. 5 കർമ്മേന്ദ്രിയങ്ങൾ, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, മനസ്സ്. അറിയോ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ? കേൾക്കണു. എന്തുകൊണ്ടാ? അതെ. പിന്നെ ചിലർ ചെവി കൊണ്ടല്ല കേൾക്കുക. ചെവി കേൾക്കാത്താൻ വായ കൊണ്ട് കേൾക്കുന്നുണ്ട് അല്ലേ? ചെവി കൊണ്ട് കേൾക്കുന്നു, കണ്ണുകൊണ്ട് കാണുന്നു, പിന്നെ നാക്ക് കൊണ്ട് രുചിക്കുന്നു, മൂക്കുകൊണ്ട് ശ്വസിക്കല്ല ഗന്ധം അറിയുന്നു, ത്വക്കുകൊണ്ട് സ്പർശം അറിയുന്നു. 5 ഇന്ദ്രിയങ്ങളായി. കണ്ണ്, മൂക്ക്, നാക്ക്, പിന്നെ ഘ്രാണേന്ദ്രിയം. മൂക്ക്, നാക്ക്, ത്വക്ക്, എന്തായില്ലേ? ചെവി. പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങളുണ്ട്. ഇതൊക്കെ അറിവുണ്ടാവുന്നതാണ്. കണ്ടു, കേട്ടു, അല്ലേ? രുചിച്ചു. ഇതൊക്കെ മനസ്സുകൊണ്ട് അറിയുന്ന കാര്യങ്ങളാണ്, അറിവുണ്ടാക്കുന്നതാണ്. ഈ പ്രവൃത്തി ചെയ്യുന്നതോ അതിനുണ്ട് ഇന്ദ്രിയങ്ങൾ. എന്തൊക്കെയാണ്? വാക്ക്, വായ കൊണ്ട് സംസാരിക്കുന്നു. പാണി, കൈകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി.
പാദം കാലുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി, പായു ഗുദം മലവിസർജനം മുതലായി ചെയ്യുന്നു, ഉപസ്ഥം ഇന്ദ്രിയം, ഇന്ദ്രിയല്ല മറ്റേ ലിംഗം ഗുഹ്യഭാഗം, ഇങ്ങനെ 5 ഇന്ദ്രിയങ്ങൾ. ഇത് കർമ്മ ഇന്ദ്രിയങ്ങളാണ്. ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്നതോ മനസ്സാണ്. കർമ്മേന്ദ്രിയം പാദം കൊണ്ട് നടക്കണം എന്ന് ആര് പറയണം? മനസ്സ് പറയണം. എണീക്കോ ഇവിടുന്ന്, മനസ്സ് പറയണം ശരീരത്തിനോട്, അപ്പോഴാണ് എണീക്കുള്ളൂ. നടക്കൂന്ന് പറയണം, മനസ്സ് പറയണം. അതുമാതിരി കാണണം എന്ന് വെച്ചാലോ മനസ്സ് പറയണം കാണൂ. മുമ്പ് കൂടെ പലതും പോകുന്നുണ്ട്, കാണുന്നില്ല. എന്താ കാരണം? മനസ്സുണ്ടായിട്ട് ബന്ധമില്ല, അതുകൊണ്ടാണ് കാണാത്തത്. മനസ്സായിട്ട് ബന്ധം ഉണ്ടാകുമ്പോഴേ നമ്മൾ കാണുന്നുള്ളൂ. മനസ്സിന് എന്ത് വേണം? ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ മനസ്സിനെ എടുക്കാൻ സാധിക്കണം, അത് വേണം. മനസ്സ് അതിൽ പോയി ഒട്ടിക്കഴിഞ്ഞാലോ അതാണ് നമ്മുടെയൊക്കെ വീക്ക്നെസ്സേ. മനസ്സ് എന്ത് കണ്ടു അതിന്റെ പിന്നാലെ പോയി, എന്ത് കേട്ടു അതിന്റെ പിന്നാലെ പോയി. മനസ്സ് തളർന്നു പോയി. കേട്ടതിനെ കുറിച്ച് ദുഃഖിച്ചു, കണ്ടതിനെ കുറിച്ച് വിഷമിച്ചു, അല്ലേ? അതിന്റെ പിന്നാലെ പോണതിന് പകരം അതിനെ കണ്ടുകൊണ്ട് മനസ്സിൽ തിരിച്ചു വരണം. അതിനാണ് നമ്മൾ വിവേകം, അറിവ് എന്നൊക്കെ പറയുന്നത്. അതാണ് മനസ്സിന്റെ ശക്തി. 2 ബലം വേണം. എന്താ 2 ബലം? മനോബലം വേണം, പിന്നെ ശരീരബലം കൊണ്ട് ഒന്നും നേടാനാവില്ല. മനോബലം വേണം, ആത്മബലം വേണം. ആത്മബലം വേണം. ആത്മബലം ഉള്ളവനാണ് അധ്യാത്മം സിദ്ധിക്കുള്ളൂ. അതിന് ആത്മബലമാണ്. മനോബലം കൊണ്ട് സിദ്ധിക്കുന്നതല്ലത്, മനസ്സിനെയും കൂടി ബലപ്പെടുത്തുന്നതാണ് ആത്മബലം. നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണത്. മനോബലം മാത്രം ഉണ്ടാക്കാൻ നോക്കുക, അതല്ല, ആത്മബലം വേണം. അപ്പോ ദേവന്മാരെ സൃഷ്ടിച്ചു. എങ്ങനെ? സാത്വികമായിരിക്കുന്നതിൽ നിന്ന്, അഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയങ്ങളുടെ അധിദേവതകൾ ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ ദേവതയാണ്. മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞാൽ ദേവതകളാണ്. ഓരോരോ ഇന്ദ്രിയത്തിനും ഓരോ ദേവതകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ 14 ദേവതകളെ പറയുന്നുണ്ട് ഇവിടെ. ആ ഇന്ദ്രിയങ്ങളാണ്, ആ ദേവതകളാണ് ആ ഇന്ദ്രിയങ്ങളെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും. അറിയോ? സൂര്യനാണ് കണ്ണിനെ നിയന്ത്രിക്കുന്നത്. കണ്ണിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ, കാഴ്ച ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സൂര്യനാണ് കണ്ണിലെന്ന്. ഓരോരോ ഇന്ദ്രിയങ്ങളുടെ ശക്തി ഓരോരോ ദേവകൾക്കാണ്, അവരുടെ ഭാരമാണ്. എല്ലാ ദേവതകളും ശരീരത്തിലിരിക്കുന്നുണ്ട്. ഈ സൗരയൂഥങ്ങൾ മുഴുവൻ ശരീരത്തിലുണ്ട്. ഈ പ്രപഞ്ചത്തിൽ കാണുന്ന സകലം ശരീരത്തിലുണ്ട്. ശരീരത്തിലില്ലേ? നക്ഷത്രങ്ങളില്ലേ? ഗ്രഹങ്ങളില്ലേ? ദേവതകളില്ലേ? സൂര്യനില്ലേ? ചന്ദ്രനില്ലേ? നവഗ്രഹങ്ങളില്ലേ? എല്ലാം ഉണ്ടെന്നാ പറയുന്നത്. ദേവഗണങ്ങളും ഉണ്ടെന്ന്. അങ്ങനെയാണ് ഈ ശരീരത്തിനെ നിയന്ത്രിക്കുന്നത്. അതൊക്കെ എല്ലാം എങ്ങനെ? ഇത് എന്താണ്? വിരാട് സ്വരൂപമാണ് കാണുന്നത്. സമഷ്ടിയാണ്. ഈ സമഷ്ടിയിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം വ്യഷ്ടിയായിരിക്കുന്ന ഈ ശരീരത്തിലുണ്ട്. വ്യഷ്ടിയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം സമഷ്ടിയായിരിക്കുന്ന പ്രപഞ്ചത്തിലുണ്ട്. ഇതാണ് തമ്മിലുള്ള ബന്ധം. എന്തൊക്കെ അവിടെ ഉണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്, എന്ത് ഇവിടെ ഉണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. ഒന്ന് സമഷ്ടിയിലാണ്, ഒന്ന് വ്യഷ്ടിയിലാണ്. ഇതാ വ്യത്യാസം. ഇപ്പൊ ദേവകളെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ആ ദേവകൾ എവിടെയുണ്ട്? നമ്മളെ ശരീരത്തിലുണ്ടെന്ന്. ദേവാൻ ഇന്ദ്രിയമാനിന, ഇന്ദ്രിയത്തിന് അഭിമാനികളായിരിക്കുന്ന ദേവന്മാര്. ഓരോരോ ഇന്ദ്രിയത്തിന് ഓരോരോ ദേവന്മാര് അകൃത സൃഷ്ടിച്ചു. ആരൊക്കെയാണത്? ദിശാവാദാർക്കപാശ്യശ്വിനോ വന്യേന്ദ്രാച്യുതമിത്രകാൻ വിധുവിധി ശ്രീരുദ്രശാരീരകാൻ. ആദ്യത്തെ ദിക്ക്. ദിക്ക് ദിക്ക് വെച്ചാലോ കാലം, ദേശം, ദേശത്തിന്റെ ദിക്കിന്റെ ദിക്ക് എന്നുള്ള ദേവത, ദിക്കിന്റെ ദേവത ആരാണ്? ദിക്ക്. ഇന്ദ്രിയങ്ങൾ നോക്കുക, എവിടെ ദിക്ക്? ഏത് ഭാഗത്തിനെ വിളിച്ചേ? പിന്നീന്ന്. ഇവിടെ നമ്മളോ ഈ ഭാഗത്തുനിന്ന്. ഇപ്പൊ ഏത് ഇന്ദ്രിയത്തിന്റെ ദേവത ദിക്ക്? ശ്രോത്രേന്ദ്രിയത്തിന്റെ ദേവത, അതാണ് ദിക്ക്. പിന്നെ വാദം. വാദം വെച്ചാൽ നമ്മൾ ഈ വാദം പിടിച്ച് കിടക്കുന്നതല്ലത്, വായു അതാണ് വാദം. ത്വക്കിന്റെ അപ്പൊ ബുദ്ധി ഉദിച്ചിറങ്ങി.
ത്വക്കിന്റെ ഇന്ദ്രിയ ദേവതയാണ് വാദം. അർക്ക് സൂര്യൻ. കണ്ണിന്റെ ചക്ഷുസിന്റെ കണ്ണിന്റെ ദേവതയാണ് സൂര്യൻ. പാശി വരുണൻ. നാക്കിന്റെ നാവിന്റെ മുകളിൽ വെള്ളം ഇല്ലാണ്ടോ? നാവ് വരണ്ടു പോകണമെന്ന് പറയാനില്ലേ? നാവിന്റെ മുകളിൽ എപ്പോഴും വെള്ളം ഉണ്ടാവും അല്ലേ? അശ്വിനവും അശ്വിനി കുമാരന്മാര് ഘ്രാണേന്ദ്രിയത്തിന്റെ. ഇതിലൊക്കെ ദേവതകളുണ്ടെന്ന്. കണ്ണിലും കാതിലും എല്ലാം ദേവതകളാണ്. അതാത് ദേവതകൾ, ആ ദേവതകളെ നമ്മൾ പ്രീണിപ്പിച്ചാൽ ആ ഇന്ദ്രിയങ്ങൾ വേണ്ട പോലെ പ്രവർത്തിക്കും. പിന്നെ അപ്പൊ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, ഇനി 5 കർമ്മേന്ദ്രിയങ്ങൾ. വന്യീന്ദ്ര അച്യുതമിത്ര കാൻ. വന്നി, വന്യച്ചാൽ തീ, അഗ്നി. അഗ്നി എവിടെയാണ്? വാക്ക്. വാക്ക് അഗ്നിയാണ്. വാക്ക്. ഇന്ദ്ര, ഇന്ദ്രൻ എവിടെയാണ്? കയ്യിലാണ് ഇന്ദ്രൻ. അച്യുത, അച്യുതൻ ആരാച്യുതൻ? ഏതാ അച്യുതൻ? ഒരച്യുതനെ അറിയില്ലല്ലേ? അച്യുതനല്ല ഈ അച്യുതൻ. തക്കേല അച്യുതൻ അതല്ല. അച്യുതൻ ആരാണ്? ഭഗവാൻ വിഷ്ണു. മിത്ര, അച്യുതൻ എവിടെയാ? പാദത്തില്. മിത്ര, മിത്രം വെച്ചാൽ യമൻ. യമൻ എവിടെയാണ്? പായൂല്, ഗുദത്തില്. മലസ്വരജനീയന്റെ ഗുദം അവിടെയാണ്. കാൻ, പ്രജാപതി, അത് ഉപസ്ഥത്തില്, ഗുഹ്യഭാഗത്ത്. പിന്നെ ഓരോരോ ഭാഗങ്ങൾക്ക് ഓരോരോ ദേവതകൾ. ശരീരത്തിനെ പീഡിപ്പിക്കരുത്. ശരീരത്തിനെ പീഡിപ്പിക്കുമ്പോൾ എവിടെയാണ് നമ്മൾ പീഡിപ്പിക്കുന്നത്? ദേവന്മാരെ, അതിൻ്റെ അധിദേവതകളെ. അവരെ സംരക്ഷിക്കുക വേണ്ട, അവരെ പൂജിക്കുകയാണ് വേണ്ടതെന്ന്. യോഗം കൊണ്ട് നമ്മൾ അതാണ് ചെയ്യുന്നത്. ആസനപ്രാണായാമാദികൾ ചെയ്യുമ്പോൾ ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ 10 ഇന്ദ്രിയങ്ങളായി അല്ലേ? 5 കർമ്മേന്ദ്രിയങ്ങളുമായി, 5 ജ്ഞാനേന്ദ്രിയങ്ങളും അതിന്റെ ദേവതകൾ. ഇന്ദ്രിയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല അതുവരെ. ഇവിടെ ദേവതകളെ സൃഷ്ടിക്കലായിട്ടുള്ളൂ. ഓരോന്നിന്റെ പാലനം ഓരോരുത്തർക്ക് കൊടുക്കുമ്പോൾ അത് ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ പാലിപ്പിക്കാനുള്ള ആൾ വേണ്ടേ? ഇന്ദ്രിയം ഉണ്ടാവുന്നതിന് മുമ്പ് ഇന്ദ്രിയത്തിനെ പാലിപ്പിക്കാനുള്ളത് വേണ്ടേ? ഒരു ജീവി ഭൂമിയിൽ വിടുന്നതിന് മുമ്പ് അതിന് കഴിക്കാനുള്ള ആഹാരം ഉണ്ടാക്കിയിട്ട് വേണം അതിനെ വിടാൻ. അത് വേണ്ടി വരില്ലേ? വായു ശ്വസിക്കാനുള്ളത് ഉണ്ടാക്കിയിട്ട് വേണ്ടേ ആളെ ഉണ്ടാക്കാൻ? പുറത്ത് വന്നിട്ട് വായു ഇല്ലയെന്ന് വെച്ചാൽ ആൾ ജനിച്ചു കഴിഞ്ഞു വായു ഇല്ലയെന്ന് വെച്ചാൽ പറ്റുമോ? വെള്ളം ഇല്ലയെന്ന് വെച്ചാൽ പറ്റുമോ? ആഹാരം ഇല്ലയെന്ന് വെച്ചാൽ പറ്റുമോ? ജീവിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിനുള്ള മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടാവണം, വേണല്ലോ. അതുപോലെ ഇതിനെ പാലിക്കാനുള്ള ദേവതകളെ ആദ്യം സൃഷ്ടിച്ചു എന്ന്. ശ്രീരുദ്രശാരീരകാൻ വിധു വിധി ശ്രീരുദ്രശാരീരകാൻ. അതെന്താത്? വിധു, ചന്ദ്രൻ. ചന്ദ്രൻ ഏതിന്റെ അധിദേവതയാണ്? അത് നിശ്ചയിച്ച് ഞാൻ പറയില്ല. ചന്ദ്രൻ ഏതിന്റെയാണ്? അയ്യയ്യ, മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. വിധി, വിധി ആരാ? ബ്രഹ്മാവ്. വിധിക്കാനുള്ള അധികാരം ബ്രഹ്മാവിനാണ്. ബുദ്ധിയാണ് നിശ്ചയിക്കുന്നത്, വിധിക്കുന്നത് അല്ലേ? നമ്മളെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നത് ബുദ്ധിയാണ് നിശ്ചയിക്കുന്നത്. എന്നെ പോലെ ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ആരാണ്? ബ്രഹ്മാവ്. ശ്രീരുദ്രൻ ഏതിന്റെ ദേവതയാണ്? അഹങ്കാരത്തിന്. ശാരീരകാൻ, ക്ഷേത്രജ്ഞൻ, ചിത്തത്തിന്റെ. ചിത്തും മനസ്സും വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണാടിയും കണ്ണാടിയിൽ പ്രതിബിംബം പോലെയാണ്. ചിത്തത്തിൽ നമ്മൾക്ക് വിചാരങ്ങൾ വരുമ്പോഴാണ് മനസ്സാവുന്നത്. ചിത്തം പ്ലെയിനാ, കണ്ണാടി പോലെയാണ്. നമ്മൾ സിനിമയ്ക്ക് പോയിരുന്നാൽ ഇവിടുത്തെ സ്ക്രീൻ കാണുന്നില്ലേ? അതാണ് ചിത്തം. അതിൽ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ സിനിമ നടക്കുന്നില്ലേ? അതാണ് മനസ്സ്. സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞ് സിനിമ അവസാനിപ്പിച്ചാലോ പിന്നെ ബാക്കി എന്താ ഉള്ളത്? അവിടുത്തെ സ്ക്രീൻ തന്നെയാണുള്ളത് അല്ലേ? അപ്പൊ ചിത്തം. സിനിമ ഓടുമ്പോഴോ അതാലോചിക്കുന്നില്ലേ നിങ്ങൾ? സിനിമ ഓടുന്ന സമയത്ത് നമുക്ക് സകല വികാരങ്ങളും ഉണ്ടാവുന്നുണ്ടല്ലേ? നമ്മൾ ചിരിക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, ആ സമയത്ത് വികാരങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ട്. ആൾ വരുന്നുണ്ട്, ഓടുന്നുണ്ട്, ചാടുന്നുണ്ട്, കളിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. വാസ്തവം എന്താ?
അപ്പോഴും വെളുത്ത സ്ക്രീൻ തന്നെയാണെന്നുള്ള അല്ലേ? അതാണ് ചിത്തം. ആ ചിത്തത്തിൽ കളിക്കുന്ന കളികളാണ് നമ്മുടെ മനസ്സിലുണ്ടാവുന്നത്. ആ കളികൾക്കനുസരിച്ച് നമ്മൾ തുള്ളുകയാണ്. ആ തുള്ളുമ്പോൾ ഉണ്ടാവുന്ന സുഖദുഃഖങ്ങളാണ്. അത് ഇപ്പോഴത്തെ മാത്രമല്ല, പണ്ട് മുതൽക്ക് ഉള്ളതുണ്ട്. പണ്ട് മുതൽക്ക് വെച്ചാൽ 10 കൊല്ലം മുമ്പുള്ളതല്ല പറയുന്നത്. ജന്മാന്തരങ്ങളായിട്ടുള്ള സംസ്കാരങ്ങൾ, ആ സംസ്കാരങ്ങളനുസരിച്ചുള്ള കേളികൾ, ആ കേളികൾക്കനുസരിച്ചിട്ടുള്ള ഫലങ്ങൾ. ഇതിനെ നേരിയൊക്കെ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നാസ്തി ജ്ഞാനാൽപരോ ബന്ധു. നയ്യുകൾക്ക് ഉണ്ടാവാൻ എന്താ കാരണം? അഹങ്കാര അൽപരോ രിപു. നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ്, നമ്മുടെ അഹങ്കാരം തന്നെയാണ്. അഹങ്കാരത്തിനെ മാറ്റിയെടുക്കണമെങ്കിൽ യോഗബലം കൊണ്ട് ജ്ഞാനം സമ്പാദിക്കണം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്താ ഈ 4 മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. മനസ്സിന്റെ അധിദേവത ചന്ദ്രൻ, ബുദ്ധിയുടെ അധിദേവത ബ്രഹ്മാവ്, അഹങ്കാരത്തിന്റെ അധിദേവത രുദ്രൻ, പിന്നെ ചിത്തത്തിന്റെ അധിദേവത ക്ഷേത്രജ്ഞൻ. ഇങ്ങനെ 4 സൃഷ്ടി. എന്താ ഈ 4? അത് മനസ്സിലായില്ല. അന്ധക്കരണം എന്ന് പറയും. ചിത്തം, ബുദ്ധി, അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. 4 കൂടുമ്പോൾ അന്ധക്കരണം. ഇന്ദ്രിയങ്ങൾ പോലെ തന്നെ ഉള്ളിൽ ചില കാരണങ്ങളുണ്ട്. നമ്മളൊന്നിനെ കണ്ടതിനെ പറ്റിയുള്ള ബോധം ഉള്ളിലുണ്ട്. അതിനെപ്പറ്റി വിചാരിക്കാനും അതിനെപ്പറ്റി കൂടുതൽ വിശകലനം ചെയ്യുന്നതും കണ്ണുകൊണ്ടാണോ? കണ്ണുകൊണ്ടല്ലല്ലോ. കണ്ടതിന് ശേഷം നടക്കുന്ന പ്രവൃത്തി എവിടെയാ? ഉള്ളിലാ. അതിനുള്ള കാരണങ്ങൾ ഉള്ളിലുണ്ട്. ആ കാരണങ്ങളാണ് അഹങ്കാരവും ബുദ്ധിയും ചിത്തവും മനസ്സും. ഇതിന്റെ കൂടിച്ചേർന്നുള്ള പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി ശരിയും തെറ്റും, എന്ത് ചെയ്യണം എന്ത് ചെയ്യേണ്ട, ഇതെല്ലാം മനസ്സിലാക്കും. ചിന്തിക്കുന്നത്, കൂടുതൽ ചിന്തിക്കുന്നത് അല്ലേ? ആ അന്ധക്കരണങ്ങൾ, അതിനുമുണ്ട് ദേവത. 14 ദേവതകളെ സൃഷ്ടിച്ചവരെ ആദ്യം ഇതെല്ലാം എവിടെ നിന്നുണ്ടായി? സാത്വികമായിരിക്കുന്ന അഹങ്കാരത്തിൽ നിന്നുണ്ടായി. വൈകാരികമായിരിക്കുന്ന അഹങ്കാരത്തിൽ നിന്ന്, സാത്വികമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്നുള്ള സൃഷ്ടികൾ ആദ്യം ഈ 14 ദേവതകളാണ്. മനോ ബുദ്ധ്യഹങ്കാര ചിത്തം ഇത്യന്തരാത്മകം ചതുർധ ലക്ഷ്യതേ ഭേദോ വൃത്യാ ലക്ഷണരൂപത. ഭാഗവതത്തിൽ പറയുന്നതാണ്. അന്ധക്കരണങ്ങൾ എന്തൊക്കെയാണ്? മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം. ഇത്യന്തരാത്മകം. പുറത്തല്ലാതൊന്നും, ഉള്ളിലുള്ള അന്തരാത്മകം. ഭേദോ വൃത്യ ലക്ഷണരൂപയാ. ഭേദങ്ങൾ, ലക്ഷണരൂപമായിരിക്കുന്ന ഭേദങ്ങൾ എങ്ങനെയാണ്? 4 തരത്തിലാണ്. ഇതുകൊണ്ടാണ് നമ്മളെല്ലാം വിശകലനം ചെയ്യുന്നത്. ഈ 4 കൂടിയിട്ടുള്ള പ്രവർത്തനം. എവിടെയാണ് ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്? അന്ധക്കരണം എന്ന് പറയുമ്പോൾ അതിനും ശരീരത്തിൽ സ്ഥാനങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സസ്ഥാനം ഗളാന്തരം. മനസ്സിന്റെ സ്ഥാനം എവിടെയാ? ഗളത്തിന്റെ ഉള്ളിലാണ്, കഴുത്തിന്റെ ഉള്ളിൽ. ബുദ്ധേഹേ വദനം. ബുദ്ധിയുടെ സ്ഥാനം എവിടെ? മുഖമാണ് ബുദ്ധിയുടെ സ്ഥാനം. അഹങ്കാരസ്യ ഹൃദയം. അഹങ്കാരം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു. ചിത്തസ്യ നാഭി. ചിത്തം എവിടെ? നാഭിയിൽ എന്നായിട്ട് ശാരീരിക ഉപനിഷത്തിൽ പറയുന്നുണ്ട്. മനസ്സസ്ഥാനം ഗളാന്തരം. മനസ്സിന്റെ സ്ഥാനം കഴുത്തിന്റെ കണ്ഠത്തിന്റെ ഉള്ളിലും. ബുദ്ധേഹേ വദനം. ബുദ്ധിയുടെ വദനത്തിലും. അഹങ്കാരസ്യ ഹൃദയം. വദനം ചേർ എന്താണ്? അഹങ്കാരസ്യ ഹൃദയം. അഹങ്കാരത്തിന്റെ ഹൃദയത്തിലും. ചിത്തസ്യ നാഭി. ചിത്തം നാഭിയിൽ. ഇങ്ങനെയാണ് സ്ഥാനം.